വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ കുട്ടി ഒരു ഷോപ്പിങ്ങിന് പോവാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾക്ക് പോകുന്ന വഴിയത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ വിഷ്ണുവേട്ടൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്താണ് പ്ലാൻ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അതായത് ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ഇന്നത്തെ ഫുൾ ട്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. വിഷ്ണുവിന് ഡ്രസ്സ് മേടിക്കാം. നമ്മൾ വേറെ ഞാനൊരു ഫ്രൂട്ട് കേക്ക് മാത്രമേ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ കാണാം. പിന്നെ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്. നാളെ നമ്മൾക്ക് വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് നമ്മൾക്ക് അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുടക്കായിരുന്നു. അപ്പോൾ എല്ലാതും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡിലാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിൽ കയറും. പിന്നെ അവിടെ അപ്പുറത്ത് കൂടെ ഒരാൾ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ റാസൽ കൈമയിലുള്ള മനാർമളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് അൽബേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മനാർമളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. ഫുള്ള് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളുടെ അൽബേക്കിലെത്തി. അവിടെ എന്ന് പറയുന്നത് എൻ്റെ നല്ല തിരക്കായിരുന്നു. നല്ല ക്യൂ നിന്നിട്ടാണ് നമ്മളിതൊക്കെ മേടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസൊക്കെയാണ് മേടിച്ചത്. അങ്ങനെ സാധനങ്ങളൊക്കെ എത്തി. ഇതാ ഞാൻ കൊണ്ടുവരാണ്. അപ്പോഴേക്കും വിഷുവേട്ടൻ അവിടെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു സൈഡിൽ കിട്ടി. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ മേടിച്ച സംഭവങ്ങൾ എന്ന് പറയുന്നത് നഗറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഷ്രിമ്പിൻ്റെ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഓരോന്നായിട്ട് കഴിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഫുൾ അറബ്സും പിന്നെ എല്ലാ നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു. ഫിലിപ്പീൻസ് ഇവരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവിടെ ഇരിക്കാനായിട്ട് സീറ്റിംഗ് കിട്ടാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ മാത്രം. പിന്നെ അപ്പുറത്ത് ഫുഡ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ KFC, നമ്മുടെ പിസ്സ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. പക്ഷേ ഈ അൽബേക്ക് എന്ന് പറയുന്നത് ഈ സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾക്ക് റീസണബിൾ പ്രൈസിനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്യാരിഫോറിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് ബിരിയാണി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഷെഡ്വാൻ ബിരിയാണി വേണ്ട, ഗീ റൈസ് പോലെയും പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ അത് തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഏരിയയിൽ കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടിരുന്നു. അപ്പോൾ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാഷിംഗ് പൗഡർ നിർമ്മിയല്ല ഏരിയയിൽ മേടിച്ചു. പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി നടന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. നമ്മുടെ AC ഉണ്ടല്ലോ, ACയുടെ ഉള്ളിൽ ഇതുമാതിരിയൊക്കെ ആയിരിക്കും സംഭവം. പക്ഷെ ഇത് ഫുള്ളിങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു. വിഷുവാണ് ഇലക്ട്രോണിക് സെക്ഷനിലൊക്കെ കുറച്ച് ക്രേസ് ഉള്ള കാരണം കൊണ്ട് ഈ സെക്ഷനിൽ കുറച്ച് നേരമൊക്കെ നിൽക്കും. പക്ഷെ എനിക്കിവിടെ നിൽക്കാനേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിഷുവേണ്ട ഉന്തി തള്ളിയിട്ട് പിന്നെ എൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. ഈ കിച്ചൺ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ. ഇപ്പം ഇത് മനസ്സിലായോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ഇതിങ്ങനെ പൊട്ടിക്കില്ലേ നെറ്റിയിലൊക്കെ വെച്ചിട്ട് ടെക് എന്ന് പറഞ്ഞിട്ട് ആ സംഭവമാണ്. ഇതിൻ്റെ പച്ച കളറിലാണ് നമ്മളവിടെ ഉണ്ടാവുക. പഴുത്ത് വരുമ്പോൾ ഇതുമാതിരി ആയിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ നല്ല മസാല ദോശ ആണ് കാലത്ത് തന്നെ കഴിച്ചത്. അപ്പോൾ നല്ല സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ട് പിന്നെ നല്ല ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ചിക്കനിൽ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതിൻ്റെ ചിക്കൻ ചെറുതായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ വിഷയം ചെറിയുള്ളി ഇട്ടിട്ട് വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി വൃത്തിയാക്കി അങ്ങനെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാതും ചതച്ച് പച്ചമുളകൊക്കെ ചതച്ച് പിന്നെ മസാല ഒക്കെ ആഡ് ചെയ്ത് പിന്നെ ചെറുതായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ആഡ് ചെയ്ത് ലാസ്റ്റ് മല്ലിയില ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗീ റൈസ് സൈഡിലും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചിക്കൻ കറി. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി കേട്ട് ചില സമയത്ത് ഫ്ലോപ്പ് ആവും. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിട്ട് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം
നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാരിഫോറിൽ നിന്നാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പം നമ്മൾ ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇത് ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു വിഷുവോടെ. അപ്പോൾ സൈഡിൽ ഞാൻ പോയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട് കേക്ക് എടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മളതും കട്ട് ചെയ്തു ജസ്റ്റ്. അപ്പോൾ നമ്മൾ പൈനാപ്പിളും ആപ്പിളൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ ആ കേക്ക് മൊത്തം ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.